ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ തള്ളയാണെങ്കിൽ ഇങ്ങനെ മൊഴി മാറ്റിക്കൊണ്ടിരിക്കില്ല. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊന്നും തെളിവും ഉണ്ടാവില്ല, ഇതും ഉണ്ടാവില്ല. ലത്തീഫും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ മാല ഊരിക്കൊടുത്ത ഫർഹാനയും പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉമ്മാനെ തെറി പറഞ്ഞ ഉമ്മുമ്മയും എല്ലാവർക്കും പ്രതികൾ. അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത്. അവനിപ്പോ നല്ല കുട്ടപ്പനായാണ്. ഇവരെല്ലാം അവനെ ദ്രോഹിച്ചവര്. അപ്പൊ അവർക്ക് കിട്ടേണ്ടതാണ്. കാരണം ഒരുപാട് ദ്രോഹിച്ചതല്ലേ എന്നുള്ള അർത്ഥത്തിലാണ് ഇപ്പോഴേ കാര്യങ്ങളൊക്കെ പോകുന്നത്. ഇതുകൊണ്ടാണ് ഞാൻ പറയുന്നതോ, നമുക്ക് രോക്ഷമാണ് വരുന്നത്. ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏതായാലും അവൻ എന്ന് പറഞ്ഞാൽ നിഷ്ഠൂരമായിട്ട് 5 പേരെ കൊലപ്പെടുത്തി. ഈ 5 പേരെ കൊലപ്പെടുത്തിയോടെ ഇനി കൂടുതൽ ഡെക്കറേഷനും ചോദ്യം ചെയ്തൊന്നും വേണ്ട. അവനെ കൃത്യമായിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനുള്ള ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനാണ് നോക്കേണ്ടത്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇന്ന് ഈ തന്ത പറയുന്നത് കേട്ടു, 60,000 ഉറുപ്പ്യക്ക് ആ പെൺകുട്ടിയോട് ഒരു മാല വാങ്ങിച്ചു. കുറച്ച് എളുപ്പം കിട്ടാം. ആ വേണിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഈ നാടിനെ വീട്ടിൽ നിന്ന് ചവിട്ടി പുറത്താക്കണ്ടേ? ഒരു പെൺകുട്ടിയുടെ കയ്യിൽ പോയിട്ട് 60,000 രൂപേൻ്റെ സ്വർണം വാങ്ങിക്കുവാന്ന് പറഞ്ഞാൽ അതിൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് കൊടുത്തൊരു മുതലല്ലേ? അല്ല, 20 വയസ്സുള്ള ഈ പെൺകുട്ടിയാണോ ജോലി ചെയ്തിട്ട് ഈ മാല ഉണ്ടാക്കിയത്? ഇതൊക്കെ ഊരിയിട്ട് കാമുകിന് കൊടുത്തു. അപ്പോഴീ തന്ത പറയണ്ടേടാ, അത് വാങ്ങിക്കാൻ പാടില്ല, അത് വാങ്ങിക്കരുത് ഒരിക്കലും, അത് തിരിച്ചു കൊടുക്കുക. 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിയുടെ കയ്യിൽ നിന്നും അതിൻ്റെ അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് സമ്പാദിച്ചു കൊടുത്ത ഒരു മുതല്, ആ മുതല് വാങ്ങിച്ചു മകൻ പണിയം വെച്ചു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ആ തന്ത എന്താണ് പറയേണ്ടത്? ഇമ്മാതിരി തോന്നിയവാസം എൻ്റെ വീട്ടിൽ കാണിക്കരുത് എന്നല്ലേ പറയേണ്ടത്? അതായത് ഈ പെൺകുട്ടി ഉണ്ടാക്കിയ മുതലാണോ അത്? ഏതോ തന്തയും തള്ളയും പോയിട്ട് വലിയ ഒരുപാട് പണിയെടുത്ത് ഉണ്ടാക്കി കൊടുത്തതല്ലേ? ആ മാല വാങ്ങിച്ച് പണയം വെച്ച് മകൻ തിന്നു എന്ന് പറഞ്ഞപ്പോഴേ അവിടെ നിന്ന് 60,000 രൂപ അയച്ചു കൊടുത്തിരിക്കുന്നു. ഇതെടുത്ത് കൊടുക്കടാന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് എടുത്തു കൊടുത്തോ? അതും കൊടുത്തില്ല. അപ്പം ഇങ്ങനെയുള്ള മൊത്തത്തിലെന്ന് പറഞ്ഞാൽ ഒരു ഉഡായിപ്പ് ഫാമിലി ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴെന്ന് പറഞ്ഞാൽ അയാളുടെ ആ ഒരു വിഷമം നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ അയാളുടെ കയ്യിലും ഒരുപാട് തെറ്റുകളുണ്ട്. എന്താണെന്ന് വെച്ചാൽ അയാളുടെ കടവും പറഞ്ഞ് ആദ്യം ഒരാൾ പറഞ്ഞതുപോലെ ഇയാൾ റിയാദിൽ നിന്ന് വിളിച്ചോടി വേറെ സ്ഥലത്തേക്ക്. അതുപോലെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളോട് ഞാൻ ഒരു അവസാനമായിട്ട് നിങ്ങളോടൊരു കാര്യം പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പാവം ഹൗസ് ഡ്രൈവറായ മനുഷ്യൻ സൗദി അറേബ്യയിൽ 28 വർഷമായിട്ട് അയാൾ സൗദി അറേബ്യയിൽ ജോലി ചെയ്യുകയാണ്. അയാളുടെ കയ്യിൽ നിന്നും ഒരു അപകടം വന്നു. ആ അപകടത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു മരണം എന്തോ നടന്നപ്പോഴേ ഏകദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 24 ലക്ഷം രൂപയോളം എന്ന് പറഞ്ഞാൽ അവിടെ അടക്കണം എന്നുള്ളൊരു വിദ്യ വന്നത്. ഇയാളുടെ അറബിക്കാണെങ്കിൽ 5 പൈസയില്ല. അയാളൊരു പാവം പിടിച്ച ഒരു അറബിയാണ്. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മക്കൾ പറഞ്ഞു, ബാപ്പാനെ നമുക്ക് വേണം, അതിന് വേണ്ടിയിട്ട് നമ്മളെ വീട് വിൽക്കാമെന്ന് പറഞ്ഞിട്ട് ആ വീട് വിറ്റിട്ട് ഇവർ വാടക വീട്ടിലേക്ക് മാറിയിട്ട് ബാപ്പാനെ നാട്ടിലെത്തിച്ചു. അവിടെയാണ് മക്കളുടെ ഒരു മഹത്വം മനസ്സിലാക്കേണ്ടത്. ഇവിടെ അങ്ങനെയാണോ ചെയ്തത്? ഇവിടെ എന്താ വെച്ചാൽ കടം എന്ന് പറഞ്ഞോടെ ഒറ്റ മുങ്ങിലിട്ടും അങ്ങ് മുങ്ങിക്കളി. 7 വർഷം ഞാൻ നാട്ടിലേക്കില്ല. 7 വർഷം ഇവിടെ എന്ത് നടന്നു എന്ന് അറിയില്ല. വീട്ടിലേക്ക് കൃത്യമായിട്ട് ഫോൺ ചെയ്യാറില്ല. അമ്മ വേറെ ഒരു സൈഡിൽ, മകൻ വേറെ ഒരു സൈഡിൽ, ഇളയവൻ വേറൊരു സൈഡിൽ, അച്ഛൻ വേറെ ഒരു സൈഡിൽ. ഇങ്ങനെയൊക്കെയാണ് ഇവിടെ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, മുഴുവൻ നോക്കിക്കഴിഞ്ഞാൽ ഉടായിപ്പാണ്, എന്തോ ഉടായിപ്പുണ്ട്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് തെളിയിച്ചിട്ട് നിരപരാധികളായ ആ ഒരു മനുഷ്യന്മാർക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം. അതാണ് എനിക്ക് വേണ്ടത്. അല്ലാതെ അവരെ കുറ്റക്കാരാക്കിയിട്ട് ഇവനെ വെള്ളപൂശുമല്ല വേണ്ടത്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മൾ നടത്തിയ ചർച്ച, അഫാനെ കുറിച്ച് ആധികാരികമായ ചർച്ച നടത്തി. അതിൽ അഫാന്റെ അമ്മ ഷമീനയെ കുറിച്ച് നമ്മൾ സംസാരിച്ചിരുന്നു. ആ അമ്മയ്ക്ക് ചില പിഴവുകൾ സംഭവിച്ചു. അതായത് മകന്റെ പല കാര്യങ്ങളും പുറത്തു പറയാതിരുന്നു, സ്വന്തം ഭർത്താവിനോട് പോലും അത് പറയാതെ മറച്ചു വെച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ആ ചർച്ചയ്ക്ക് താഴെ ഉള്ള ഒരു കമന്റ് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അപ്പോൾ ഞാൻ പിന്നീട് ഒരുപാട് കമന്റുകൾ, നമ്മൾ ചെയ്ത വാർത്തയിലെ തന്നെ അഫാനുമായി ബന്ധപ്പെട്ടിട്ടുള്ള വാർത്തകളുടെ കമന്റുകളെല്ലാം നോക്കി. ഈ കമന്റ് നമ്മുടെ ആ ചർച്ചയ്ക്ക് താഴെ കൊടുത്തിരിക്കുന്ന അലി എന്നൊരാൾ കുറിച്ചതാണ് ഈ കമന്റ്. നിങ്ങളിൽ ഒരാൾ അമ്മയും മറ്റേ മേഡം അമ്മ എന്താണ് എന്നറിയാത്തവളുമാണ്. അപ്പോൾ ഈ അമ്മ എന്ന് പറഞ്ഞത് മിനിമേനോനെ കുറിച്ച് തന്നെയാണ്. അറിയാത്തവൾ, അമ്മ എന്താണെന്ന് അറിയാത്തവൾ എന്ന് ഉദ്ദേശിച്ചത് എന്നെയാണ്. അപ്പോൾ ശരിക്കും നമ്മൾ എന്താണ് ആ ചർച്ച കൊണ്ട് ഉദ്ദേശിച്ചത് എന്നുള്ളത് പലരിലേക്കും പല രീതിയിലാണ് അത് കൺവേ ചെയ്തെത്തിയിട്ടുള്ളത്. അതങ്ങനെയാണല്ലോ. കാരണം നമ്മൾ പറയുന്ന ഒരു കാര്യം പലരിലേക്കും എത്തുമ്പോൾ പല രീതിയിലാണ് അത് എത്തുക.
പക്ഷേ ഞാൻ അതിൽ നെഗറ്റീവായിട്ടൊന്നും പറഞ്ഞിട്ടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ ഇല്ല നെഗറ്റീവായിട്ട് ഒരു ഇല്ല കാര്യം നമ്മള് പറഞ്ഞത്? പറഞ്ഞത് എത്രയായാലും ഇത് വീട്ടിൽ നമ്മളതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. വീട്ടിൽ തമ്മിൽ വളരെ സുതാര്യമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ വീട്ടിൽ അംഗങ്ങൾ തമ്മിൽ ഉണ്ടാകണം. അപ്പോൾ ഇതാണ് അതിൽ ഉദ്ദേശിച്ചത്. അലി എന്ന് പറയുന്ന ആൾ ഈ ചർച്ച കാണുന്നുണ്ടെങ്കിൽ വീണ്ടും അദ്ദേഹത്തിനെ ഒന്ന് ഓർമ്മിപ്പിക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. ഞാൻ ആ ഷെമീന എന്ന് പറയുന്ന ഉമ്മയെ കളിയാക്കിക്കൊണ്ടല്ല സംസാരിച്ചത്, അവരെ വേദനിപ്പിക്കാൻ വേണ്ടിയും അല്ല സംസാരിച്ചത്. ഞാൻ പറയുന്നത് ഷെമീന എന്ന ഉമ്മയെ പോലെ ഒരുപാട് അമ്മമാർ ഈ സമൂഹത്തിലുണ്ട്. അതായത് മക്കൾ തെറ്റ് ചെയ്താലും അതിനെ തിരുത്താതെ, ശരിയാണ് മക്കളോടുള്ള സ്നേഹ കൂടുതൽ കൊണ്ടാണ്, അമ്മമാരുടെ വാത്സല്യവും മാതൃസ്നേഹവും ഒക്കെയാണ്, പക്ഷെ അതൊന്നും മക്കൾ ക്രിമിനൽ ആകുന്നതിന് വളമാകരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ആ പറഞ്ഞ പോയിന്റ് തെറ്റാണ് എന്ന് എനിക്ക് ഒരിക്കലും തോന്നുന്നില്ല. ആ പറഞ്ഞത് തിരുത്താനും ഞാൻ തയ്യാറല്ല. തെറ്റായിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിച്ചാൽ ഉറപ്പായും ഞാനത് തിരുത്തും. പക്ഷേ എനിക്കത് തോന്നുന്നില്ല, ഞാൻ പറഞ്ഞത് ആ പോയിന്റ് തെറ്റാണ് എന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാനത് തിരുത്താനും തയ്യാറല്ല. അതുകൊണ്ട് അലി അങ്ങനെ കുറിച്ചത് അമ്മ ആരാണ് എന്നറിയാത്തവളാണ് എന്നൊന്നുമുള്ള കമന്റ് ഇടരുതായിരുന്നു. കാരണം ഞാനും ഒരു അമ്മയിൽ ഉണ്ടായ കുട്ടിയാണ്, എടുത്തു പറയാൻ ഞാനൊരു അമ്മക്കുട്ടിയും കൂടിയാണ്. പക്ഷേ ഞാൻ തെറ്റ് ചെയ്താൽ അതെന്റെ അമ്മ തിരുത്താറുണ്ട്. ഞാൻ ചെയ്യുന്ന തെറ്റുകളെ എന്റെ അമ്മ പ്രോത്സാഹിപ്പിക്കാറില്ല. അപ്പോൾ അതുകൊണ്ടാണ് തെറ്റുകളിലൊന്നും വീഴാതെ ഇവിടെ വരെ എത്താൻ എനിക്ക് കഴിഞ്ഞത് എന്നുള്ള ഉത്തമ ബോധ്യം എനിക്കുണ്ട്. അതിൽ എനിക്ക് എന്റെ അമ്മയോട് അങ്ങേയറ്റത്തെ കടപ്പാടുമുണ്ട്. അപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് വീണ്ടും അതിനെക്കുറിച്ച് തന്നെയാണ്. ഞാൻ പറഞ്ഞല്ലോ, കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ പോയിന്റിൽ അവർ അപ്പോഴെങ്കിലും മകൻ ഇത്രത്തോളം കടമുണ്ടാക്കുന്നതും മകൻ രാത്രിയിൽ ഒരുപാട് സമയം ലേറ്റ് ആയിട്ട് വരുന്നതും ഒക്കെ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ, അങ്ങനെ ഒരു സംശയം അവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ ഭർത്താവിനോട് പറയാമായിരുന്നു. ശരിയാണ്, അദ്ദേഹത്തിന് ഇത്രയും പ്രഷർ, കടത്തിന്റെ പ്രഷറൊക്കെ ഉണ്ട് എന്ന് നിങ്ങൾക്ക് തോന്നിയിരുന്നെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ മറ്റൊരാളോട് പറയാമായിരുന്നു. നിങ്ങൾ ആ കാര്യം ആരോടും പറഞ്ഞില്ല. കടം ഉണ്ടാക്കി വെക്കുകയാണ്. അതായത് ലക്ഷങ്ങൾ മകൻ അമ്മാനമാടാൻ കൊടുത്തു എന്ന് തന്നെ